ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്, പ്രത്യേകിച്ച് ടിൻഡുവിനോട്. ഹോംവർക്ക് ചെയ്യാത്തവർ ഈ ക്ലാസ്സിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ടിൻഡു, നീ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് ടീച്ചർ. എവിടെ? കാണിക്കൂ. എന്ത് കാണിക്കാൻ? എടാ, ഹോംവർക്ക് ചെയ്തത് കാണിക്കാൻ. എന്റെ ടീച്ചറേ, ഹോംവർക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? അതൊക്കെ ചെയ്ത് കഴിഞ്ഞതല്ലേ. എടാ ടിൻഡു, വേണ്ട, വിളച്ചിലെടുക്കണ്ട. നിന്നെക്കാൾ ഒത്തിരി ഓണം കൂടുതൽ ഉണ്ടിട്ടുള്ളവളാ ഈ ഞാൻ. അതുകൊണ്ടാണോ ടീച്ചർക്ക് ഇത്രയും തടി? ടീച്ചർ തീറ്റ കുറയ്ക്കണം കേട്ടോ. ദൈവമേ, ഇങ്ങനെ ഒരു വിളഞ്ഞ വിത്ത്. കാര്യം പറയുമ്പോഴാണോടാ നിന്റെ ഒരു ഉണക്ക തമാശ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ടീച്ചർ. എടാ, ഒരു പീരീഡ് മുഴുവൻ നിന്നോട് സംസാരിച്ചിരുന്നാലേ പഠിക്കാൻ വരുന്ന മറ്റു കുട്ടികളെയാണ് അത് ബാധിക്കുക. അതുകൊണ്ട് മര്യാദയ്ക്ക് ഹോംവർക്ക് കാണിച്ചോ. എന്റെ ടീച്ചറെ, ഹോംവർക്ക് ഞാൻ ചെയ്തു എന്നത് നേരാ, പക്ഷെ ഞാനത് എങ്ങനെ കാണിക്കും? അതെന്താടാ ഹോംവർക്ക് കാണിച്ചാൽ? രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് മുറ്റം തൂത്തുവാരി. ഹോമല്ലേ, വർക്ക് ചെയ്യണ്ടേ? പക്ഷെ അത് ഇവിടെ കാണിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞ് പശുവിനെ കറക്കാൻ പശുവിനെ സഹായിച്ചു, അല്ല അച്ഛനെ സഹായിച്ചു. നമ്മുടെ ഹോമല്ലേ, വർക്ക് ചെയ്യണ്ടേ? പക്ഷെ അത് ഞാൻ എങ്ങനെ ഇവിടെ കാണിക്കും? അത് കഴിഞ്ഞ് അടുക്കളയില് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി. ഇതൊക്കെ ഹോംവർക്ക് അല്ലേ? ഇനി ടീച്ചർ തന്നെ പറ, ഇതെല്ലാം ഞാൻ എങ്ങനെ ഇവിടെ കാണിക്കും? ടീച്ചറെ, ഈച്ച കയറും. എടാ, നീ ഇങ്ങനെയായ വലുതാകുമ്പോ വീട്ടുജോലിക്ക് പോകേണ്ടി വരും. അതല്ല, നല്ലൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ ഈ വികൃതിത്തരങ്ങളൊക്കെ മാറ്റിവെച്ച് പഠിച്ച് മിടുക്കനാവാൻ ശ്രമിക്ക്. എന്താ, പഠിക്കാമോ? പഠിച്ചോളാം ടീച്ചർ. ശരി, നിനക്ക് വലുതായാൽ ആരാവാനാ ഇഷ്ടം? എനിക്കൊരു മൃഗ ഡോക്ടർ ആയാ മതി ടീച്ചർ. ഓഹോ, സ്ഥിരമായി പശുവിനെ കറക്കുന്നത് കൊണ്ടാണോ മൃഗ ഡോക്ടർ ആവാൻ തീരുമാനിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ കറവക്കാരെല്ലാം മൃഗ ഡോക്ടർ ആവണല്ലോ. പിന്നെ എന്താ മൃഗ ഡോക്ടർ ആവാൻ തീരുമാനിച്ചത്? മൃഗങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അതൊന്നും അല്ല. അഥവാ നമ്മുടെ ചികിത്സക്കിടെ ഏതെങ്കിലും മൃഗത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാ ആശുപത്രി തല്ലിപ്പൊളിക്കാനും ഡോക്ടറെ കയ്യേറ്റം ചെയ്യാനൊന്നും ഒരു മൃഗവും വരില്ലല്ലോ. ആ ഒരു സൗകര്യം ഓർത്തിട്ടാ.